എന്തൊരു വ്യൂ ആണ് എൻ്റെ പൊന്നോ. ഇന്നലെ ട്രെക്കിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി ലേറ്റായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നു പോകാണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. തിരിച്ച് വന്നപ്പോഴത്തേനും സന്ധ്യയായി. നമുക്ക് റൂമിൻ്റെ സമയം 2-3 മണി വരെ ഉള്ളായിരുന്നു. അപ്പം തിരിച്ച് വന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം കൂടെ ഇവിടെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നേരെ മുരുടേശ്വരമാണ് പോകുന്നത്. പിന്നെ മുരുടേശ്വരിൽ നിന്ന് 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ. എന്നിട്ട് അവിടുന്ന് ഗോകർണയാണ് ഇന്ന് സ്റ്റേ എന്നുള്ള കാര്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമസ്കാരം, ചങ്ങനാശ്ശേരിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുരുടേശ്വർ ഇവിടുന്ന് ഒരു 1.25 മണിക്കൂറാണ്. നമ്മൾ 2 മണിക്കൂർ പിടിക്കുകയാണ്. അപ്പോൾ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് വണ്ടി എടുക്കുക. മുരുടേശ്വറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ വന്നതുകൊണ്ട് ലഗേജ് എല്ലാം ബൈക്കിൽ ഇരിക്കുകയല്ലേ. കാരണം ബൈക്ക് വിട്ടിട്ട് പുറത്തോട്ട് പോയി അല്ലെങ്കിൽ അകത്ത് കയറി കാഴ്ച കാണാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം റിസ്ക് അല്ലേ, ലഗേജ് ബൈക്കിൽ വെച്ചിട്ട് പോകുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ലോക്കറിൻ്റെ കാര്യം അന്വേഷിച്ച് ലോക്കറിനകത്ത് സാധനം എല്ലാം വെച്ചതിന് ശേഷം അകത്ത് പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റിൽ പോയിട്ട് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് ലോക്കറിൻ്റെ കാര്യമൊക്കെ കൺഫേം ചെയ്യാം. ബാഗിൻ്റെ കാര്യം ഏകദേശം ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ച് സെറ്റാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലോക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടായിരുന്നു, പക്ഷേ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ലോക്കർ അവൈലബിൾ അല്ല. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ച് ആ ഒരു ചേച്ചിയുടെ ഒരു എന്താ പറയുക മാനുഷിക പരികരണം മൂലം പുള്ളിക്കാരി അവിടെ എന്താ പറയുക ബാഗ് അവിടെ വെക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ റിസപ്ഷനിൽ ബാഗ് വെച്ചിട്ട് ഇപ്പം അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. ഈ ഒരു ഗോപുരം എന്ന് പറയുന്നത് ഒരു 18 നിലയുണ്ട്. ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ 2 വലിയ ആന പ്രതിമയാണ്. സാധാരണ റിയാലിറ്റിയിലെ ആനയുടെ വലുപ്പത്തിനേക്കാളും പൊക്കത്തിലാണ് ഇവിടെ ഈ ഒരു ആനയുടെ പ്രതിമ വെച്ചിരിക്കുന്നത്. ലിഫ്റ്റ് ഇപ്പോൾ ഓണാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, അത് ചാലുവാണ്. പിള്ളേർക്ക് 5 രൂപയും മുതിർന്നവർക്ക് ഒരാൾക്ക് 10 രൂപയും വെച്ചിട്ടാണ് ചാർജ്. ഇവിടുത്തെ ചാർജ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റിലോട്ട് കയറിയിട്ട് മേളിലത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം.
ഭഗവാന്റെ എന്താ പറയുക വലിയ പ്രതിമയുള്ള ആ ഒരു ഭാഗത്തോട്ട് വന്നേക്കാണ്. അവർ നല്ല രീതിയിൽ ഗാർഡനും ലോണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അമ്പലം, ഇതാണ് ആ ഗോപുരം. നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ മുരുടേശ്വറിലെ നമ്മുടെ ശിവഭഗവാന്റെ പ്രതിമ. നല്ല വെയിലാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ ഇപ്പോൾ ഇവിടെ ബാരിക്കേഷൻ ഉണ്ട്. നേരത്തെയാണ് ഇതിനെ റൗണ്ട് വെച്ച് നമുക്ക് അപ്പുറം വഴി ഇറങ്ങി വരാറ്. അപ്പോൾ അതൊന്നും അലൗഡല്ല. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളം. ശരിയാണ്, 3 മണിക്കൂറോളമായി ഞങ്ങളിവിടെ വന്നിട്ട്. അതിനകത്ത് സമയം പോകാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ലോക്കർ ഇല്ലാത്തതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. RNS റെസിഡൻസിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ടാണ് നമ്മൾ തൽക്കാലം ബാഗ് അവിടെ വെച്ചിട്ട് മേലോട്ട് കയറി പോകുന്നത്. അപ്പം അതിന് തന്നെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. പലരോടും ചോദിച്ചു, ആരും സമ്മതിക്കുന്നില്ലായിരുന്നു. ഷോപ്പ് ആൾക്കാരൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ആ ചേച്ചി സമ്മതിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് കയറി പോന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ മഹാദേവൻ്റെ പ്രതിമയുടെ താഴെ ഒരു അമ്പലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ട് ഇവിടെ തന്നെയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ എന്താ പറയുക, ഗോപുരത്തിൻ്റെ ഈ ഒരു നല്ല വ്യൂ ഉണ്ട്. കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്ന് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പയ്യ മൂവ് ചെയ്യുകയാണ് അടുത്ത സ്ഥലത്തോട്ട്. ഒരു റൗണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് താഴ്മഴ ഇറങ്ങി ചെരുപ്പിട്ടിട്ട് ഒരു റൗണ്ട് പോകണം എന്നുണ്ട്. തീർച്ചയായിട്ടും ബീച്ചിലും പോകണം. വെയിലായതുകൊണ്ടും നമ്മൾ ഷൂസൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടും ഉള്ള ഒരു പരിമിതിയാണ്. അപ്പം നമുക്ക് പയ്യെ ഇവിടുന്ന് അങ്ങോട്ട് ചലിക്കാം. മുരുടേശ്വറിലെ ബീച്ചിലാണുള്ളത്. ബീച്ചിൽ നിന്നുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് കുറേ ഇങ്ങനെ ആസ്വദിച്ചു. ബീച്ചിൽ കൂടി ഇങ്ങനെ കുറേ നടന്നു. ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷനോട്ടുള്ള യാത്രയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഗോകർണത്തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റേ ഒന്നും ഇതുവരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. ഒരു ബഡ്ജറ്റ് യാത്ര ആയതുകൊണ്ടും നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിന് ഉതകത്തക്ക രീതിയിലൊന്നും സെറ്റായിട്ടില്ല. പിന്നെ അവിടെ ചെന്ന് നോക്കണം. അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റേ ഒക്കെ കാണുമെന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ എന്നാലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ റൈഡുണ്ട്. 70-78 80 അറൗണ്ട് കിലോമീറ്ററാണ് ഉള്ളത്. അത് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി റെഡിയാക്കി എടുത്തതാണ്. ബീച്ചാണെങ്കിലും ഇത്ര വൈഡായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ ബീച്ചിലായിരുന്നു, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇടയ്ക്ക് ചെറിയൊരു
മല പോലെയോ ചെറിയൊരു കുന്ന് പോലെയും പാറ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ലപോലെ വർക്ക് ചെയ്ത് കാലക്രമേണ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി എടുത്തതാണ്. ഒരു ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 6:15. ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് സൺസെറ്റ് കഴിഞ്ഞു. ഞങ്ങളിപ്പം ഇവിടെ ഗോകർണ ബീച്ചിലെത്തി. താമസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊരു ഡീവിയേഷൻ മിസ്സായി ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയി. ഒരു 6 കിലോമീറ്റർ മുമ്പോട്ട് പോയതിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ വന്നു. പിന്നെ റൂം കണ്ടുപിടിക്കുന്നതിന് ഒരു 15-20 മിനിറ്റോളം പോയി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും സൺസെറ്റ് കഴിഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ഒരു കിഡിലൻ വ്യൂ ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെന്നെ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ബീച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ സൺസെറ്റിൻ്റെ ഈ ഒരു കളർ പെർഫെക്ഷൻ, ഈ ഒരു എന്താ പറയുക സീനിക്കായിട്ടുള്ള ഒരു വ്യൂ, ദൈവത്തിനാണ് നേര്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സൺസെറ്റിൻ്റെ വ്യൂ ഞാൻ കാണുന്നത്. പൊള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ലാത്തത്. അമ്മാതിരി വ്യൂ ആണ്. എൻ്റെ പൊന്നോ.
അന്നദാനമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഫുഡും കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് വരുമ്പോഴത്തേനും അവിടെ തിരക്കാണ്, നല്ല ക്യൂ ആണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പഴയ ഒരു നെസ്റ്റ് കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു അപ്പോൾ ചായ ഉണ്ടാക്കുന്നു. നമ്മൾ ഇത് എന്തോ ഒരു സാധനമാണ്. റവ ലഡു മിച്ചറിനകത്ത് ഇച്ചിരി അലങ്കരിച്ചുകൊണ്ട് കാണുന്നുണ്ടോ. ഈ ഗോകർണത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഫീലാണ്. അത് എങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ, ഒരു അമ്പലത്തിൻ്റെ ഒരു പഴമ അല്ലെങ്കിൽ എന്താ പറയുക, അഗ്രഹാര ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഫീലാണ്. എന്നുവെച്ചാൽ ടോട്ടലി ഒരു പഴമയാണ് മൊത്തം. വഴിക്കൊന്നും വലിയ വീതികളും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡിലും എന്താ പറയുക, നിറയെ കട, അമ്പലത്തിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള കടകൾ ഒരു എന്താ പറയുക, ഒരു ഹിപ്പി മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് ആ ഒരു ഇതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും കാര്യങ്ങളൊക്കെ. ഒരു എന്താ പറയുക, ഒരു കളർഫുള്ളായിട്ടൊരു വൈബാണ് സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാകും. ഇതിപ്പോൾ നമ്മൾ രാത്രിയായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ, നമുക്ക് ആ ബീച്ചസ് മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അവിടുത്തെ ആൾക്കാരുടെ ലൈഫും അല്ലെങ്കിൽ ആ ഒരു വൈബ്, ഐ മീൻ ആ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയാണെന്നുള്ളതും കൂടാണല്ലോ നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ പുറത്തിറങ്ങി രാവിലത്തെ അവിടുത്തെ കാഴ്ചകളും അമ്പലത്തിലെ കാഴ്ചകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് വേറെ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ചായ കുടിക്കുക, അന്നദാനം കഴിക്കുക, റൂമിൽ പോവുക, കിടന്നുറങ്ങുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ശരി, അതാ.